സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ ആസാമിൽ കഴിഞ്ഞു, തീരുമാനം കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞു. തമിഴകത്ത് നാളെ നടക്കും. കേരളത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി ആരാണ് തീരുമാനിച്ചിട്ടില്ല. ഇത്രയും ഗതികെട്ട ഒരു നേതൃത്വം കോൺഗ്രസിനുണ്ടായതിൽ കോൺഗ്രസ്സുകാരും ബാക്കിയുള്ള ജനങ്ങളെ, വോട്ട് ചെയ്ത ജനങ്ങളെല്ലാം ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. ഇത്ര തരം താണ രീതിയിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും എന്താണ് കേരളത്തിൽ കാട്ടിക്കൂട്ടുന്നതെന്ന്, ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രീതിയിലുള്ള ഈ കൂടിയാലോചനകളും എല്ലാം ഡൽഹിയിൽ ഇപ്പൊ നടക്കുന്നു. എന്താണ് ആവശ്യമില്ല. എന്തായാലും ശരി, സതീശൻ കടുപ്പിച്ചു തന്നെ പറഞ്ഞു. അത് ആണാണ്. സതീശനാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ ആണൊരുത്തനേ ഉള്ളൂ. അത് ഇപ്പോ VD സതീശൻ എടുത്ത നിലപാടുകളെല്ലാം കർക്കശമായ നിലപാട്. അത് തന്നെ. KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ആകുന്നെങ്കിൽ ആകട്ടെ, കുഴപ്പമില്ല. KC വേണുഗോപാലാണ് ആകുന്നതെങ്കിൽ പറവൂർ സീറ്റ് വരെ ഒഴിഞ്ഞു കൊടുക്കാം, പ്രശ്നമില്ല. അതാണ് ആണത്വം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ വേണം. അതായത് ജനങ്ങൾ കൂടെ നിന്നു, പറഞ്ഞ കാര്യങ്ങൾ അതേപടി നിർവഹിച്ചു. 100 സീറ്റും മന്ത്രിമാരെയും പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ അതേപോലെ കാണിച്ചു കൊടുത്തു. ജനങ്ങളൊപ്പം നിന്നു, വോട്ട് ചെയ്തു. അധികാരത്തിൽ ഇത്രയും ഭൂരിപക്ഷത്തിൽ ഇതുവരെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. UDFന് ഇത്രയും സീറ്റുകൾ കിട്ടിയതും ഈ വിജയ ശതമാനം കൂടിയതും ഇത്രയും വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് ആ നേതൃത്വം കൊടുത്ത ആളിനെ വെറും നോക്കുകുത്തിയാക്കി MP-മാരായി. MP-മാർക്ക് എന്ത് കാര്യമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? MP-മാർ സഹായിക്കുകയില്ലേ, പാർട്ടി സഹായിക്കുകയില്ലേ ചെയ്യാനുള്ള? അല്ലാതെ അവിടെ ഇവിടെ ഇരുന്നും കൊണ്ട് എങ്ങനെയെങ്കിലും ഇനി എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു തെമ്മാടിത്തരമാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. എന്തായാലും ശരി, യാതൊരു കാരണവശാലും സാധാരണ കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് VD സതീശൻ എടുത്ത നിലപാടാണ് ശരി. അതായത് മുഖ്യമന്ത്രി ആക്കുന്നില്ലെങ്കിൽ MLA സ്ഥാനം വരെ ഒഴിഞ്ഞു കൊടുക്കണം. ഒഴിഞ്ഞു കൊടുത്ത് അവർ മുഖ്യമന്ത്രി ആവട്ടെ, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഭരിക്കട്ടെ, 5 വർഷം ഭരിച്ചു കാണിക്കട്ടെ. അതാണ്. അങ്ങനെ തന്നെ നിലപാടെടുക്കുന്നെങ്കിൽ ഇങ്ങനെ തന്നെ നിലപാടെടുക്കണം. അതിന് VD സതീശൻ ഒരു ബിഗ് സല്യൂട്ട് കേരളത്തിന്റെ വക ഞാൻ അർപ്പിക്കുകയാണ്. പലരും കൂടെ നിൽക്കും, അവസാനം കാലുവാരും. എന്തായാലും ശരി, കൂടെ നിൽക്കുന്ന ഘടകകക്ഷികൾ ആരും ഇതുവരെ കാലുവാരിയിട്ടില്ല. പിന്നെ അവിടെ ഇവിടെ നിൽക്കുന്ന വർഗീയവാദികൾ പലരും വന്ന് കയറുന്നുണ്ട്. KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി ആവണം, കാന്തപുരം പറയുന്നുണ്ട്. അവർക്ക് എന്ത് കാര്യമാണ് ഇതിൽ? കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്ന് പറയാൻ കാന്തപുരത്തിന്റെ വിഭാഗം സുന്നിക്ക് എന്താണ് കാര്യമെന്ന് എനിക്ക് എത്ര ആലോചന പിടിയിട്ടില്ല. ആർക്കെങ്കിലും വോട്ട് ചെയ്താ? ആരെങ്കിലും വോട്ട് ചെയ്ത് ജയിപ്പിച്ചാ? നിങ്ങൾ ആർക്കെങ്കിലും നിലപാട് നിങ്ങൾ